നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന മേഖല എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? യൂറോപ്പിൽ യുദ്ധം, ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം. അതെന്താണ്? നാറ്റോയിൽ ഉക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം. അതേപോലെ പശ്ചിമേഷ്യയിൽ സംഘർഷം വന്നപ്പോൾ ഇറാനും യുഎസും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് എന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ ബോംബാക്രമണം നടത്തുന്നുണ്ട്. അതായത് UAEയിലുള്ള പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിലേക്ക് ബോംബാക്രമണം നടത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടക്കുന്നുണ്ട്. അതോടുകൂടി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് നാറ്റോയിലെ സഖ്യകക്ഷികൾ എത്രയും വേഗം തന്നെ ഈ പറയുന്ന ഇറാനെതിരായിട്ട് നാവിക ഉപരോധത്തിന് എത്തിച്ചേരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈനിക സഖ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്നും ലോകത്തെ നിയന്ത്രിക്കുവാനായിട്ട് ഈ സൈനിക സഖ്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നുമുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉറപ്പായിട്ടും ഒരു മാർക്ക് ഈ മേഖലയിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് നാറ്റോ എന്ന് പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സൈനിക സഖ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ നാറ്റോ രൂപീകരിക്കപ്പെട്ടിട്ട് എത്രത്തോളം നാളുകളായി? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നാറ്റോ രൂപീകരിക്കപ്പെട്ടിട്ട് ഏകദേശം ഒരു 76 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 76 വർഷത്തെ ചരിത്രം നമുക്ക് പഠിക്കേണ്ട ഒരു സൈനിക സഖ്യം തന്നെയാണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നാറ്റോയുടെ രൂപീകരണവും പശ്ചാത്തലവും എന്താണ് എന്ന് നമ്മളൊന്ന് അറിയണം, അല്ലേ? ഇതെന്നാ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? 1949 ഏപ്രിൽ മാസം 4 രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൈനിക സഖ്യമാണ് ഈ പറയുന്ന നാറ്റോ എന്ന് പറയുന്നത്. അതായത് 77 വർഷങ്ങൾ പൂർത്തിയാവുകയാണ് നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം രൂപീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ ഈ കരാർ അറിയപ്പെടുന്ന പേരെന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് വാഷിങ്ടൺ ഉടമ്പടി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ആസ്ഥാനം? ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനമായിട്ട് പറയുന്നത്. ഇതിൻ്റെ രൂപീകരണത്തിന് കാരണമായ സംഭവം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം USSR എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് വളർന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനം തടയുന്നതിനും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് ക്യാപിറ്റലിസ്റ്റ് ചേരിയിലുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒരു സുരക്ഷാ സഖ്യം ഉണ്ടാക്കുകയാണ്. അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യമാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സൈനിക സഖ്യം. ഇത് എന്താണ്? ഇത് ശീതയുദ്ധകാലത്തൊരു പ്രതിരോധ കവചം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശീതയുദ്ധം എന്ന് വെച്ചാൽ ഒന്നാം ലോകമല്ല, രണ്ടാം ലോക മഹായുദ്ധാനന്തരം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ 2 ശാക്തിക ചേരികൾ രൂപീകരിക്കപ്പെടുകയാണ്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ചേരി, അതിന് അമേരിക്ക ലീഡർ. ഇപ്പുറത്തുള്ളത് സോഷ്യലിസ്റ്റ് ചേരി, അതിൽ USSR ലീഡർ. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ചേരിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസം വ്യാപിക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്ന ഒരു സൈനിക കൂട്ടായ്മയാണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. ഇതിലെ അംഗരാജ്യങ്ങൾ ആരെല്ലാം ആണ് എന്ന് നമ്മൾ ഇനിയും നോക്കാം, അല്ലെ? മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ സ്റ്റേറ്റ്സ് ആരെല്ലാമാണ്? ഇത് രൂപീകരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ വെറും 12 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിലുണ്ടായിരുന്ന അംഗങ്ങൾ എത്രയാണ്? 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരാരെല്ലാമായിരുന്നു? അതിൽ അമേരിക്ക ഉണ്ടായിരുന്നു, യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു, കാനഡ ഉണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നു, ബെൽജിയം ഉണ്ടായിരുന്നു, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ലക്സംബർഗ്, നെതർലൻഡ്, നോർവേ, പോർച്ചുഗൽ മുതലായ 12 അംഗരാജ്യങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 20ഓളം ആളുകൾ കൂടി പുതിയതായിട്ട് കൂട്ടിച്ചേർന്ന് ഈ സഖ്യത്തിൽ ഇപ്പം നിലവിൽ 32 അംഗങ്ങളാണുള്ളത്. ഇനി ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഒരു നാറ്റോ എന്നുള്ള സഖ്യത്തിലേക്ക് ഏറ്റവും ഒടുവിലേക്ക് വന്നു ചേർന്നത് ആരെല്ലാമാണ്? 31ാമത്തെ അംഗമായിട്ട് ഫിൻലൻഡാണ് വന്നു ചേർന്നത്. അത് 2023 വന്നത്. അതേപോലെ 32ാമത്തെ അംഗമായിട്ട് വന്നതാരാണ്? അത് വേറെ ആരുമല്ല, അത് സ്വീഡനാണ് വന്നു ചേർന്നത്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 2 രാജ്യങ്ങളും വന്ന് ഈ സഖ്യത്തിലേക്ക് ചേർന്നത്. ഭയപ്പാടോടുകൂടിയാണ് വന്നു ചേർന്നത്. ഉക്രൈൻ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിൽ ചേരുവാൻ പോകുന്നു എന്നതിൻ്റെ ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ആ സോവിയറ്റ് യൂണിയൻ ശിഥിലീയമാക്കപ്പെട്ടതിന് ശേഷം നാറ്റോയുടെ ഭാഗമാകുവാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഭയന്ന റഷ്യ ഈ ഉക്രൈനെ ആക്രമിക്കുന്നൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഇനി ഈ പറയുന്ന നാറ്റോയുടെ വളർച്ചയും നാറ്റോയുടെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. എന്താണ് നാറ്റോയുടെ ആർട്ടിക്കിൾ 5 എന്ന് നമ്മൾ അറിയണം. നാറ്റോയുടെ വളർച്ചയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 5 പ്രകാരം കരയുന്ന കാര്യമെന്ന് നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്തെന്നറിയാമോ? നാറ്റോയിൽ ഒരു അംഗമുണ്ടാവും.
ഈ അംഗത്തിനെ ഏതെങ്കിലും ഒരു രാജ്യം പുറമേ നിന്ന് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ നാറ്റോ എന്ന സഖ്യത്തിലുള്ള ഒരു അംഗരാജ്യത്തെ പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു രാജ്യം വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നാറ്റോ എന്നുള്ള സംഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുകയും ഈ ആക്രമിക്കാൻ വരുന്ന രാജ്യത്തെ നാറ്റോയിലുള്ള എല്ലാ മെമ്പർമാരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് നാറ്റോയുടെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. അതായത് ഒരു അംഗരാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സൈനികാക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കും. അതാണ്. ഇനി ഇത് ഏതെങ്കിലും സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നാറ്റോയുടെ ചരിത്രത്തിൽ ഒരേയൊരു തവണ മാത്രമാണ് ആർട്ടിക്കിൾ 5 പ്രയോഗിച്ചത്. അത് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ, പെൻറ്റഗൺ മുതലായ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന ഭീകരർ വിമാനം കൊണ്ട് ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള അൽ ഖൈദ ഭീകര ആക്രമണമായിരുന്നു അത്. അതോടുകൂടി എന്താ സംഭവിച്ചത്, ഈ പറയുന്ന ആ ഭീകരാക്രമണത്തിനെതിരായിട്ട് അഫ്ഗാൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒസാമ ബിൻ ലാദനെയും അദ്ദേഹത്തിൻ്റെ അൽ ഖൈദ എന്ന് പറയുന്ന സംഘടനയും വേട്ടയാടുവാൻ വേണ്ടിയിട്ട് നാറ്റോ സംയുക്തമായിട്ട് ഇടപെടുകയും അഫ്ഗാനിൽ നാറ്റോയുടെ സൈന്യം താവളമുറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 5 ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനി നാറ്റോ നടത്തിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങളും ഇടപെടലുകളും നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അല്ലെ, നാറ്റോ നടത്തിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ബോസ്നിയൻ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ട്. അത് 1995 നാറ്റോയുടെ നേതൃത്വത്തിൽ ബോസ്നിയൻ യുദ്ധം എന്ന് പറയുന്നത്. അതായത് ബോസ്നിയൻ സെർബുകൾക്കെതിരായിട്ട് ഒരു വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ബോസ്നിയ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ്, ഓപ്പറേഷൻ ഡെലിബറേറ്റഡ് ഫോഴ്സ് എന്ന പേരിൽ ബോസ്നിയയിലുള്ള സെർബ് വംശജരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു വ്യോമാക്രമണം നടത്തിയതാണ് ഈ പറയുന്ന ബോസ്നിയൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാറ്റോ നടത്തിയതാണത്. ഇതേപോലെ നാറ്റോ നടത്തിയ മറ്റൊരു നടപടി എന്ന് പറയുന്നത് കൊസാവോ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധമാണ്. കൊസാവോ യുദ്ധം അത് 1999 കൊസാവോ യുദ്ധം നടന്നത്. യൂഗോസ്ലാവിയക്ക് മേൽ നടത്തിയ ആക്രമണമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ യൂഗോസ്ലാവിയക്ക് മേൽ നടത്തിയ ആക്രമണമായിട്ടാണ് കൊസാവോ യുദ്ധം കണക്കാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയില്ലാതെ നാറ്റോ നടത്തിയ യുദ്ധമായിരുന്നു ഈ കൊസോവോ യുദ്ധം. അത് 1999 ഇനിയോ അഫ്ഗാൻ യുദ്ധം എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, 2001 മുതൽ 2021 വരെ 20 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ഒരു ചരിത്രപരമായ യുദ്ധമാണ് അഫ്ഗാൻ യുദ്ധം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 11 ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്ററിന് നേരെ അൽ ഖ്വയ്ദ ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം ഈ അൽ ഖ്വയ്ദയെയും താലിബാനെയും തകർക്കാൻ വേണ്ടിയിട്ട് 20 വർഷക്കാലത്തോളമാണ് നാറ്റോ സേന അവിടെ നിലയുറപ്പിച്ചത്. ഇതാണ് അഫ്ഗാൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെ ലിബിയൻ ഇൻ്റർഫറൻസ് എന്ന പേരിൽ ലിബിയയിലൊരു ഇടപെടൽ 2011 നടത്തപ്പെടുകയുണ്ടായി. ലിബിയയിൽ 2011 ഒരു ഇടപെടൽ നടത്തി. അതെന്തായിരുന്നു? മുഅമ്മർ ഗദ്ദാഫി എന്ന് പറയുന്ന അവിടുത്തെ ഏകാധിപതിയുണ്ട്, ഗദ്ദാഫി. ഈ ഗദ്ദാഫി ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭകാരികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, പ്രക്ഷോഭകാരികളെ സഹായിക്കണം എന്ന് വെച്ചാൽ ഗദ്ദാഫിക്ക് എതിരായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യം എന്ത് ചെയ്തു, ഒരു വ്യോമ ആക്രമണം നടത്തുകയുണ്ടായി. ഇതാണ് നാറ്റോ നടത്തിയ ചില ഇടപെടലുകളെന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം ചില പ്രതിസന്ധികൾ നേരിടുകയുണ്ടായി. അല്ലെ, നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം നേരിട്ട പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? മേജർ ചലഞ്ചസ് എന്താണ്? ഇവർ നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്ന് പറയുന്നതാണ് ശീതയുദ്ധത്തിന് ശേഷം ഈ സഖ്യത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ശീതയുദ്ധം എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? തകർന്നതെന്നാണ് 1991 ആ സോവിയറ്റ് യൂണിയൻ തകർന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഈ നാറ്റോ ഇനി എന്തിനാണ്? നാറ്റോ ഉണ്ടായത് തന്നെ സോവിയറ്റ് യൂണിയൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വ്യാപനത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു, കമ്മ്യൂണിസവും തകർന്നു, എങ്കിൽ ഇനി എന്തിനാണ് നാറ്റോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ടായി. അപ്പോൾ എന്താണ് ഈ നാറ്റോ അതിന് മറുപടി കൊടുത്തത്? എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന കിഴക്കൻ യൂറോപ്പിലേക്ക് നാറ്റോ എന്ത് ചെയ്യുകയാണ്? വികാസം പ്രാപിക്കാൻ വേണ്ടിയിട്ട് കടന്നു കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നാറ്റോ അതിന് മറുപടി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു സഖ്യത്തിൽ ചെറിയ കടമ്പിടുത്തങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഈ അമേരിക്ക അമിതമായിട്ട് ഈ സഖ്യത്തെ നിയന്ത്രിക്കുന്നു. അമേരിക്കൻ ലോക പോലീസ് ചമയുന്നു മുതലായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അക്കാലത്ത് ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായിരുന്നു ഫ്രാൻസ്. 1966 നാറ്റോയിൽ നിന്ന് പിന്മാറി. അമേരിക്കയുടെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫ്രാൻസ് സൈനിക സമിതിയിൽ നിന്ന് പിന്മാറി. പിന്നെ ഫ്രാൻസ് തിരിച്ചെത്തിയെന്നാണ് 2009 മാത്രമാണ് ഫ്രാൻസ് പിന്നീട് തിരിച്ചെത്തിയത്. ഇതുകൂടാതെ ചില സാമ്പത്തിക തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് അംഗരാജ്യങ്ങളെല്ലാവരും അവരുടെ GDPയുടെ 2% പ്രതിരോധത്തിനായിട്ട് ചെലവഴിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ GDP എന്ന് പറയുന്ന നേരത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അല്ല, അതിന് 2% പ്രതിരോധത്തിനായിട്ട്, അതായത് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പുറമെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ രാജ്യവും അവരുടെ സമ്പത്തിൻ്റെ 2% നീക്കിവെക്കണമെന്ന് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി? അത് നാറ്റോയിൽ അംഗരാജ്യങ്ങൾക്ക് ചില ഭിന്നതകൾ അവിടെ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല.
ഇനി നാറ്റോയിലെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, നാറ്റോയുടെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സ്റ്റാറ്റസാണ്. കാരണം നാറ്റോയുമായി ബന്ധപ്പെട്ടാണ് ഈ യുദ്ധമുണ്ടായത്. അത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. കാരണം മറ്റൊന്നുമല്ല, സോവിയറ്റ് യൂണിയൻ്റെ പഴയ ഭാഗമായിരുന്നു റഷ്യയും ഉക്രൈനുമെല്ലാം. സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുത്തത് ഈ റഷ്യയാണ്. ഉക്രൈൻ മാറപ്പെടുകയുണ്ടായി, ഉക്രൈൻ മാറി നിൽക്കാനുണ്ടായത്. എന്നാൽ റഷ്യയിൽ നിന്ന് ഉക്രൈന് ചെറിയ ഭീഷണി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഉക്രൈൻ നാറ്റോയിൽ ചേരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാലം കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ശത്രുപക്ഷത്ത് പോകുന്നത് റഷ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. റഷ്യ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന ഉക്രൈനിലേക്ക് ഒരു അധിനിവേശം നടത്തി. ആ അധിനിവേശമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത്. അപ്പം നാറ്റോ നിലവിൽ ഉക്രൈനെ സഖ്യത്തിലെടുത്തില്ല. എന്നിരുന്നാൽ ഉക്രൈന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായവും നാറ്റോ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പരോക്ഷ ഇടപെടൽ നാറ്റോ നടത്തുന്നുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾ ഉക്രൈന് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നുണ്ട്, പരിശീലനം നൽകുന്നുണ്ട്, രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ നൽകി വരുന്നു. ഇത് റഷ്യയുമായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ലോകത്തെ എത്തിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പം നിലവിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. റഷ്യയുമായിട്ടുള്ള അതിർത്തി എന്ന് പറയുന്നത് എന്താണ്? റഷ്യയുമായിട്ടുള്ള അതിർത്തി ഈ ഫിൻലൻഡ് എന്ന് പറഞ്ഞ രാജ്യവും സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യവും 31ാമത്തെയും 32ാമത്തെയും സഖ്യകക്ഷികളായിട്ട് നാറ്റോയിൽ എത്തിയതോടു കൂടിയിട്ട് എന്താണ്? റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നാറ്റോ എത്തിച്ചേർന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. കാര്യം റഷ്യ നാറ്റോയിൽ ഏതെങ്കിലും ഒരു അംഗത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റഷ്യക്കെതിരായിട്ട് നാറ്റോ യുദ്ധം പ്രഖ്യാപിക്കും. ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം റഷ്യയുമായിട്ട് ഉറപ്പായിട്ട് യുദ്ധത്തിന് തയ്യാറാകും. ഉക്രൈൻ ഈ നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉക്രൈൻ റഷ്യയെ കയറി തല്ലും. അതുകൊണ്ട് ഉക്രൈൻ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുൻപ് റഷ്യ കയറി ഉക്രൈനെ തല്ലി എന്നുള്ളതാണ് വാസ്തവം. ഇനി പരീക്ഷയ്ക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം? ഈ പറയുന്ന തലവൻ, നാറ്റോയുടെ തലവനായിട്ടിരിക്കുന്നയാളുടെ പേരെന്താണ്? മാർക്ക് റൂട്ടെ എന്നാണ് നിലവിലുള്ള സെക്രട്ടറി ജനറലിൻ്റെ പേര്. മാർക്ക് റൂട്ട് എന്നാണ് നാറ്റോയുടെ തലവൻ്റെ ഒരു മാർക്ക് റൂട്ടാണ്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. ഇതിൽ ഏറ്റവും വലിയ സൈനിക ശക്തി 32 രാജ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലിയ സൈനിക ശക്തി ആരാണ്? അമേരിക്കയാണ്. നാറ്റോയുടെ ബദൽ സഖ്യത്തിൻ്റെ പേരെന്താണ്? നാറ്റോയ്ക്ക് ബദലായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യമാണ് വാഴ്സാ പാക്ട് എന്ന് പറയുന്നത്. ഇത് പിരിച്ചുവിടപ്പെടുകയുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ഇനി നമുക്ക് മറ്റൊരു സൈനിക സഖ്യത്തെക്കുറിച്ച് നോക്കാം. ആ മറ്റൊരു സൈനിക സഖ്യത്തിൻ്റെ പേരാണ് സീറ്റോ എന്ന് പറയും. സീറ്റോ എന്ന് വെച്ചാൽ എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷനാണ് സീറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സീറ്റോ എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷനാണ് സീറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ എന്താണ്? 1954 സെപ്റ്റംബർ മാസം 8-ാം തീയതി രൂപീകരിക്കപ്പെട്ടതാണ് സീറ്റോ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സീറ്റോ. രൂപീകൃതമായത് 1954 സെപ്റ്റംബർ മാസം 8-ന്. കരാർ എവിടെയാണ് വന്നത്? ഇത് മനില എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെ, മനിലയിലാണ് ഈ കരാർ വന്നിരിക്കുന്നത്. മനില പാക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാങ്കോക്ക്, തായ്ലൻഡാണ്, അല്ലേ? ബാങ്കോക്കിലാണ് ഇതിൻ്റെ ആസ്ഥാനം. തായ്ലൻഡും ബാങ്കോക്കുമാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ലക്ഷ്യമെന്താണ്? തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കമ്മ്യൂണിസം വ്യാപിക്കുന്നത് തടയുക. അതായത് ചൈനയും വിയറ്റ്നാമുമൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും കമ്മ്യൂണിസം എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ പാടില്ല എന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റൽ രാജ്യങ്ങൾ നിശ്ചയിക്കുകയും ഈ കമ്മ്യൂണിസം വ്യാപിക്കുന്നതിനെതിരായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള മിക്കവാറും രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സൈനിക സഖ്യം രൂപീകരിച്ചു. ഈ പറയുന്ന അമേരിക്ക രൂപീകരിച്ചു. അതാണ് സീറ്റോ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ അംഗരാജ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അംഗരാജ്യങ്ങൾ എന്താണ്? സീറ്റോയിൽ 8 അംഗരാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സീറ്റോയിൽ ഉണ്ടായിരുന്ന അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് 8 അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലാരെല്ലാം ഉണ്ടായിരുന്നു? USA ഉണ്ടായിരുന്നു, അല്ലേ? USA എവിടുത്തെയാണ്? അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്. UK എവിടുത്തെയാണ്? യൂറോപ്പിലതാണ്. ഫ്രാൻസ് എവിടുത്തതാണ്? ഫ്രാൻസ് യൂറോപ്പിലതാണ്, അല്ലേ? ഓസ്ട്രേലിയയും ന്യൂസിലൻഡും എന്ന് പറയുന്ന നേരത്ത് ഓഷ്യാനിയ എന്ന് പറഞ്ഞ മേഖലയിലുള്ളതാണ്. പിന്നെ ഈ ഏഷ്യ മേഖലയിൽ ഉണ്ടായിരുന്ന ആരാണ്? ഫിലിപ്പീൻസ്, തായ്ലൻഡ്, പാകിസ്ഥാൻ. ഈ 3 രാജ്യങ്ങൾ മാത്രമേ ഇവിടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളെ സംരക്ഷിക്കാനുണ്ടായിരുന്ന സഖ്യമായിരുന്നിട്ടും ഫിലിപ്പീൻസും തായ്ലൻഡും മാത്രമായിരുന്നു ഈ മേഖലയിൽ നിന്നുണ്ടായിരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്. അതായത് വേറൊരാളും ഈ സംഘടനയിലേക്ക് ചെന്ന് ചേർന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ സംഘടന ഒരു പരാജയമായിരുന്നു എന്നുള്ള വസ്തുതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. എന്നാലും ഇതിൻ്റെ വളർച്ചയും പ്രവർത്തന രീതിയും കൂടി നമുക്കൊന്ന് നോക്കാം, അല്ലേ? ഗ്രോത്ത് ആൻഡ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അല്ലെ, കൂട്ടുത്തരവാദിത്തം എങ്ങനെയായിരുന്നു? നാറ്റോയുടെ മാതൃകയിലാണ് ഇത് രൂപീകരിച്ചത്. ഒരു അംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം മറ്റുള്ളവർക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഒരംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം മറ്റുള്ളവർക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് നാറ്റോയിൽ ഉണ്ടായിരുന്നത്. പിന്നെയോ
ഇനി അടുത്ത സൈനിക അഭ്യാസങ്ങളുണ്ട്. സൈനിക അഭ്യാസങ്ങൾ എന്താണ്? അംഗരാജ്യങ്ങൾക്കിടയിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ സംഘടിപ്പിക്കുകയും പ്രതിരോധ മേഖലയിൽ സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രതിരോധ മേഖലയിൽ അംഗരാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉണ്ടാകും. പിന്നെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി കൾച്ചറൽ കോപ്പറേഷൻ, സാംസ്കാരിക സഹകരണം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് സാംസ്കാരിക സഹകരണം? സൈനിക മേഖലയ്ക്ക് പുറമെ വിദ്യാഭ്യാസ മേഖല, സാംസ്കാരിക മേഖല, വിനിമയ മേഖല എന്നിവയെല്ലാം സീറ്റോ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പം സൈനികപരമായിട്ടല്ലാതെ സാംസ്കാരികപരമായിട്ടുള്ള സഹകരണം ഉണ്ടായിരുന്നു അല്ലേ? വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ആശയവിനിമയ മേഖലയിലുമെല്ലാം ഇവർ എന്ത് ചെയ്യുകയാണ്? പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായത്. ഇനി ഈ പറയുന്ന സീറ്റോ എന്നുള്ള സഖ്യത്തിൻ്റെ തളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പതനം എപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. സീറ്റോയുടെ തളർച്ച എങ്ങനെയായിരുന്നു? സീറ്റോയുടെ പതനം എങ്ങനെയായിരുന്നു? അതേ സീറ്റോ ഒരു പരാജയമായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന പല രാജ്യങ്ങളും പിന്മാറുകയുണ്ടായി. അതായത് വിയറ്റ്നാം യുദ്ധമുണ്ടായി. വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? വിയറ്റ്നാം യുദ്ധം ഏഷ്യയിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധമാണ്. അതായത് വിയറ്റ്നാമുകൾ ഒരുമിക്ക് ചേരുകയാണ് ഉണ്ടായത്. അല്ല, സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും തമ്മിൽ എന്ത് ചെയ്യുകയാണ്? യുദ്ധം ചെയ്ത് ഒരുമിച്ച് ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ അംഗരാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ടായി. ഇത് സഖ്യത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നാണ് പറയുന്നത്, വിയറ്റ്നാം യുദ്ധം. പിന്നെയോ ബംഗ്ലാദേശ് വിമോചന യുദ്ധം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു യുദ്ധമുണ്ടായത്. ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനായിട്ട് ഇന്ത്യയുടെ ഇടപെടലുണ്ടായി. ബംഗ്ലാദേശ് എന്നൊരു രാജ്യം രൂപീകരിക്കപ്പെട്ടു. ഈ പറയുന്ന സീറ്റോ എന്നുള്ള സഖ്യത്തിലുണ്ടായിരുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടി. അമേരിക്ക സഹായിക്കുവാൻ എത്തിയെങ്കിലും റഷ്യ ഇന്ത്യയെ സഹായിക്കുവാനായിട്ട് വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? USSR ഇന്ത്യയെ സഹായിക്കുവാനായിട്ട് എത്തിയതോടുകൂടി അമേരിക്ക ഇടപെട്ടില്ല. പക്ഷേ ബംഗ്ലാദേശിന് മോചനം സാധ്യമാവുകയും പാകിസ്ഥാൻ വിഭജിക്കപ്പെടുകയും ചെയ്തതോടുകൂടി പാകിസ്ഥാന് തന്നെ തോന്നി, എന്തിനാണ് ഞങ്ങൾ ഈ സൈനിക സഖ്യത്തിൽ നിൽക്കുന്നത് എന്ന് പാകിസ്ഥാന് തന്നെ തോന്നുകയും പാകിസ്ഥാൻ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതോടുകൂടി എന്താണ്? തായ്ലൻഡ്, ഫിലിപ്പീൻസ് മാത്രമായി. അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഈ സഖ്യം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 1975 കൂടിയിട്ട് ഈ ഒരു സഖ്യം ഏതാണ്ട് 21 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവസാനിപ്പിക്കുക ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൻ്റെ ജിയോഗ്രാഫിക്കൽ പ്രോബ്ലം എന്താണെന്ന് നോക്കിയാൽ, ഭൂമിശാസ്ത്രപരമായ പ്രശ്നം നോക്കിയാൽ എന്താണ്? പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരെവിടുത്തുകാരാണ്. ഇവർ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് പുറത്തുള്ളവരായിരുന്നു. ഇവർ യൂറോപ്പ്, അമേരിക്ക മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രാദേശികമായിട്ടുള്ള പിന്തുണ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയോ ഇത് ഔദ്യോഗികമായിട്ട് പിരിച്ചുവിടപ്പെട്ടതെന്നാണ് 1977 ജൂൺ മാസം 30 സീറ്റോ എന്ന് പറഞ്ഞ സൈനിക സഖ്യം പിരിച്ചുവിടപ്പെട്ടു. 23 വർഷങ്ങൾക്ക് ശേഷം ഇത് പിരിച്ചുവിടപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം അല്ലേ? എന്താണ് പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ? പരീക്ഷയ്ക്ക് ചോദ്യം വരികയാണെന്നെങ്കിൽ ഈ പറയുന്ന മനില ഉടമ്പടി ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതിയേക്കാം. എന്താണ്? സീറ്റോ എന്നാണ് സംഘടനയുടെ പേര് അല്ലേ? ഇനി സീറ്റോയുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ബാങ്കോക്ക് ആണെന്ന് കൊടുക്കാം. യാതൊരു തരത്തിലുള്ള ആക്ഷേപവും അവിടെ വേണ്ട. ഇതാണ് ഈ സീറ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇനി സീറ്റോയിൽ അംഗമായിരുന്ന ഏക ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണെന്നൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം പാകിസ്ഥാനാണ്. കിഴക്കിൻ്റെ നാറ്റോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഏതാണ്? സീറ്റോയാണ്. കാര്യം ഒരംഗത്തെ ആക്രമിച്ചാൽ മറ്റംഗരാജ്യങ്ങളെല്ലാം കൂടി ഒന്ന് നിങ്ങളെ ആക്രമിക്കും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അത് നടന്നില്ല. പാകിസ്ഥാൻ അതോടുകൂടി ഇതിൽ നിന്നും പിണങ്ങിപ്പോയി. ഇനി സീറ്റോ പിരിച്ചുവിടപ്പെട്ട വർഷം എന്താണ്? 1977 സീറ്റോ പിരിച്ചുവിടപ്പെട്ട വർഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സൈനിക സഖ്യത്തെക്കുറിച്ച് നോക്കാം. അടുത്തൊരു സൈനിക സഖ്യം എന്ന് പറയുന്നത് എന്താണ്? സെൻഡോയാണ്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനാണ് സെൻഡോ എന്ന് പറയുന്നത്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനാണ്. ശീതയുദ്ധകാലത്ത് മിഡിൽ ഈസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൈനിക സഖ്യമാണ് സെൻഡോ എന്ന് പറയുന്നത് അല്ലേ? ശീതയുദ്ധത്തിൻ്റെ കാലത്ത് മിഡിൽ ഈസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് വ്യാപനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം തടയുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൈനിക സഖ്യത്തിനെയാണ് നമ്മൾ സെൻഡോ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇതിൻ്റെ രൂപീകരണം എന്താണ്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഇത് പൂർണ്ണമായിട്ടും അറിയപ്പെട്ടത്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇതിൻ്റെ മറ്റൊരു പേര് ബാഗ്ദാദ് പാക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ? തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ബാഗ്ദാദ് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംഘടനയാണ് ഈ പറയുന്ന സെൻഡോ അല്ലേ? രൂപീകരിക്കപ്പെട്ടത് 1955 ഫെബ്രുവരി 24 1955 ഫെബ്രുവരി 24 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സെൻഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തുടക്കത്തിൽ ഇറാഖിലെ ബാഗ്ദാദായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം. തുടക്കത്തിൽ ഇറാഖിലെ ബാഗ്ദാദായിരുന്നു ആസ്ഥാനം. പിന്നീട് എന്ത് ചെയ്തു? ഇറാഖ് പിന്മാറി കഴിഞ്ഞപ്പോൾ 1958 തുർക്കിയിലെ അങ്കാറയിലേക്ക് ഇത് മാറ്റി. അപ്പോൾ തുർക്കിയിലെ അങ്കാറയിലേക്ക് ഇത് മാറ്റുകയുണ്ടായി. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സോവിയറ്റ് യൂണിയൻ മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിക്കുന്നത് തടയുക. സോവിയറ്റ് യൂണിയനെ പേടിച്ചുണ്ടാക്കിയ സൈനിക സഖ്യങ്ങളാണ് നാറ്റോയും സീറ്റോയും സെൻഡോയും എന്ന് കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ വ്യാപനം തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സീറ്റോ, സോവിയറ്റ് യൂണിയൻ്റെ വ്യാപനം യൂറോപ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാറ്റോ, സോവിയറ്റ് യൂണിയൻ്റെ വ്യാപനം മധ്യേഷ്യയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻഡോ.
ഇനി ഇതിലെ അംഗരാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ. ഈ സഖ്യത്തിൽ പ്രധാനമായിട്ടും എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഈ സഖ്യത്തിൽ പ്രധാനമായിട്ടും 5 രാജ്യങ്ങളാണ്. സഖ്യത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് 5 രാജ്യങ്ങളാണ്. അത് ഏതെല്ലാമായിരുന്നു? ഇറാൻ ഉണ്ടായിരുന്നു, ഇറാഖ് ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, തുർക്കി ഉണ്ടായിരുന്നു, യുണൈറ്റഡ് കിങ്ഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനും ഇറാഖും പാകിസ്ഥാനും തുർക്കിയും UK ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ഇറാഖ് 1959 പിന്മാറുകയുണ്ടായി. അമേരിക്ക ഇതിൽ ഔദ്യോഗികമായിട്ട് അംഗമായിരുന്നില്ലെങ്കിലും എന്ത് ചെയ്തു? ഒരു ഒബ്സർവർ എന്നൊരു നിലയിൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ട് ഈ ഒരു സഖ്യത്തെ നയിച്ചിരുന്നയാളാണ് USA. അപ്പോൾ USA ഇതിൽ അംഗമായിരുന്നില്ല. UK ആയിരുന്നു സീറ്റോയിലും സെൻഡോയിലും നാറ്റോയിലും അംഗം. അമേരിക്ക ഈ പറയുന്ന സെൻഡോയിൽ ഒരു ഒബ്സർവർ സ്റ്റാറ്റസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ വളർച്ചയും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും എന്നറിയണം അല്ലേ. ഗ്രോത്ത് ആൻഡ് കീ ഇവൻസ് ഏതിൻ്റെയാണ്? സെൻഡോയുടേതാണ് അല്ലേ. നോർത്തേൺ ടയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്താണ് നോർത്തേൺ ടയർ? സെൻഡോയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സോവിയറ്റ് യൂണിയൻ്റെ തെക്കൻ അതിർത്തിയിൽ ഒരു പ്രതിരോധ നിര തീർക്കുക എന്നതായിരുന്നു ഇതിൻ്റെ തന്ത്രം. അപ്പോൾ സോവിയറ്റ് യൂണിയൻ തെക്കോട്ട് വളരാൻ പാടില്ല. ഇനി അമേരിക്കയുടെ പങ്ക് എങ്ങനെയായിരുന്നു? 1958 ഇറാഖ് പിന്മാറിയതോടു കൂടിയിട്ട് അമേരിക്ക ഈ സെൻഡോ എന്നുള്ള സഖ്യവുമായിട്ട് കൂടുതൽ അടുത്തു. എന്നിട്ട് നേരിട്ട് സൈനിക ഉടമ്പടികൾ ഒപ്പുവയ്ക്കുകയും എല്ലാ തരത്തിലുള്ള സഹകരണം കൊടുക്കുകയും ചെയ്തു. ഇനി എങ്ങനെയായിരുന്നു റീജിയണൽ കോപ്പറേഷൻ? മേഖലയിലുള്ള സഹകരണം എങ്ങനെയായിരുന്നു? സൈനിക കാര്യങ്ങൾക്ക് പുറമെ അംഗരാജ്യങ്ങൾക്കിടയിൽ റെയിൽവേ, റോഡ്, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ വികസിപ്പിക്കാനും സെൻഡോ മുൻകൈ എടുത്തു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ തളർച്ചയും പതനവും എപ്രകാരമായിരുന്നു? സെൻഡോയുടെ തളർച്ച, സെൻഡോയുടെ പതനം, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നാറ്റോയെ പോലെയോ സീറ്റോയെ പോലെയോ ഒരു ശക്തമായ സൈനിക സഖ്യമാകാനായിട്ട് ആർക്ക് സാധിച്ചില്ല? സെൻഡോയ്ക്ക് സാധിച്ചില്ല. അതിൻ്റെ കാര്യങ്ങൾ എന്താണ്? ഇതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 5 അംഗരാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാഖ്. ഇറാഖ് എന്ത് ചെയ്യുകയാണ്? 1958 ഇറാഖിൽ ഒരു വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തെ തുടർന്ന് രാജഭരണം അവസാനിച്ചു. പുതിയ സർക്കാർ 1959 വന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സഖ്യം വേണ്ട എന്ന് പറഞ്ഞു. അതോടുകൂടി ബാഗ്ദാദ് പാക്ട് എന്ന് പറയുന്നത് ബാഗ്ദാദിൽ നിന്ന് എന്തായി? ഗെറ്റ് ഔട്ട് അടിക്കപ്പെട്ടു. അതോടുകൂടി എന്തായി? പേര് മാറ്റിയിട്ട് സെൻഡോ എന്ന പേരിൽ തുർക്കിയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അറബ് രാജ്യങ്ങളുടെ എതിർപ്പ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളും ഈ സഖ്യത്തെ പാശ്ചാത്യ രാജ്യങ്ങളുടെ അധിനിവേശമായിട്ട് കണ്ടു. 1950 വരെ ഈ മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ അടിമകളാക്കി വെച്ചിരുന്നത് ആരാണ്? യൂറോപ്യൻ ശക്തികളാണ്. അവർ വീണ്ടും ഇത്തരത്തിലുള്ള സൈനിക സഖ്യങ്ങളിലൂടെ തങ്ങളെ ഭരിക്കുവാൻ വരുന്നോ എന്നൊരു ആശങ്ക ആർക്കുണ്ടായി? അറബ് രാജ്യങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? സെൻഡോ എന്ന് പറയുന്ന സൈനിക നീക്കത്തെ അവർ എതിർക്കുകയാണ് ഉണ്ടായത്. ഇനി ഇറാനിയൻ റവല്യൂഷൻ 1979 സെൻഡോ എന്നുള്ള രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഇറാൻ വിപ്ലവമാണ്. അതായത് 1979 ഇറാനിലെ വിപ്ലവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഇറാനിലെ പുതിയ ഇസ്ലാമിക് ഭരണകൂടം അമേരിക്കയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഇറാൻ ഈ പറയുന്ന സെൻഡോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിൽ നിന്നും ഇറാൻ പിന്മാറി. കാരണം 1979 ഇറാനിലൊരു വിപ്ലവമുണ്ടായി. ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്ന മുതലാളിത്ത താല്പര്യത്തോടു കൂടിയുള്ള ഷാ ഭരണാധികാരികളിൽ നിന്ന് മോചനം നേടുകയും അയത്തുള്ള അൽ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഒരു റിലിജിയസ് ഗവൺമെൻറ് അവിടെ രൂപീകരിക്കുകയും ചെയ്തു. അവർ പാശ്ചാത്യ ശക്തികളോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുകയാണ്? സെൻഡോയിൽ നിന്ന് പിന്മാറി. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സഹായം വേണ്ട എന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ ആ ആയത്തുള്ള അൽ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് 2026 വരെ ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ആയത്തുള്ള അൽ ഖമേനി ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിനിടയിൽ മരണപ്പെടുകയുണ്ടായി. ഇപ്പം നിലവിൽ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നമാണെന്ന് നമുക്കറിയാം അല്ലേ. അതോടുകൂടി എന്താണ് 1979 ഈ പറയുന്ന സെൻഡോ എന്ന് പറഞ്ഞ സഖ്യം ഔദ്യോഗികമായിട്ട് പിരിച്ചുവിട്ടു. ഇറാനും പാകിസ്ഥാനും പിന്മാറിയതോടുകൂടി ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളെല്ലാം പിന്മാറിയതോടുകൂടി എന്താ സംഭവിച്ചത്? സെൻഡോ എന്ന് പറയുന്ന സഖ്യം ഔദ്യോഗികമായിട്ട് നിർത്തലാക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇറാൻ പിന്മാറി, ഇറാഖ് പിന്മാറി, പാകിസ്ഥാൻ പിന്മാറി, പിന്നെ ആരേതിലുള്ളൂ? തുർക്കി മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ലല്ലോ. 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇറാനും പിന്മാറി, ഇറാഖും പിന്മാറി, പാകിസ്ഥാനും പിന്മാറി, പിന്നെ തുർക്കിയും യുണൈറ്റഡ് കിങ്ഡവും മാത്രമായി. യുണൈറ്റഡ് കിങ്ഡം ഈ മേഖലയുള്ള രാജ്യമായിരുന്നില്ലല്ലോ. അതോടുകൂടി അങ്ങനെയും ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഇനി ഇവിടെ പരീക്ഷാ സഹായി നമ്മൾ നോക്കിയാൽ ബാഗ്ദാദ് പാക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക സഖ്യത്തിൻ്റെ പേര് ചോദിച്ചാൽ അത് സെൻഡോയാണ്. ബാഗ്ദാദ് പാക്ട് എന്നറിയപ്പെടുന്ന സൈനിക സഖ്യത്തിൻ്റെ പേരാണ് സെൻഡോ എന്നാണ് അറിയപ്പെടുന്നത്. സെൻഡോയിൽ അംഗമായിരുന്നിട്ടും പിന്നീട് പിന്മാറിയ അറബ് രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. സെൻഡോയിൽ അംഗമായിരുന്നിട്ടും പിന്നീട് പിന്മാറിയ അറബ് രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. സെൻഡോയിൽ അംഗമായിരുന്ന ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. സെൻഡോയിൽ അംഗമായിരുന്ന ദക്ഷിണേഷ്യൻ രാജ്യമാണ് പാകിസ്ഥാൻ. സെൻഡോയുടെ തകർച്ചയ്ക്ക് കാരണമായ വിപ്ലവമാണ് ഇറാൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സെൻഡോയുടെ തകർച്ചയ്ക്ക് കാരണമായ വിപ്ലവം ഇറാൻ വിപ്ലവമാണ്.
സെൻറ്റോയുടെ ആസ്ഥാനം ബാഗ്ദാദിൽ നിന്ന് എങ്ങോട്ടൊക്കെ മാറ്റിയത്? തുർക്കിയിലെ അങ്കാറയിലേക്കാണ് മാറ്റിയത്. സെൻറ്റോയുടെ ആസ്ഥാനം ബാഗ്ദാദിൽ നിന്ന് എങ്ങോട്ടൊക്കെ മാറ്റിയെന്ന് ചോദിച്ചാൽ അങ്കാറ, തുർക്കിയിലെ അങ്കാറയിലേക്കാണ് മാറ്റിയത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യത്തിൻ്റെ പേരാണ് വാഴ്സ പാക്ട്. അല്ലേ, ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യമാണ് വാഴ്സ പാക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയ്ക്ക് മറുപടിയായിട്ടാണ് ഇത് നിലവിൽ വരുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയ്ക്ക് മറുപടിയായിട്ടാണ് ഇത് നിലവിൽ വന്നത്. രൂപീകരണം എന്നാണ്, ഫോർമേഷൻ, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് വാഴ്സ പാക്റ്റിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കോർപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് എന്ന പേരിലുമാണ് വാഴ്സ പാക്ട് അറിയപ്പെട്ടിരുന്നത്. ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, കോർപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ് ഏത്? വാഴ്സ പാക്ട്. ഇത് രൂപീകരിക്കപ്പെട്ടത് 1955 മെയ് മാസം 14-ാം തീയതിയാണ് രൂപീകരിക്കപ്പെട്ടത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയ്ക്ക് മറുപടിയായിട്ടാണ് വാഴ്സ പാക്ട് രൂപീകരിക്കപ്പെട്ടത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പോളണ്ടിൻ്റെ തലസ്ഥാനമായിട്ടുള്ള വാഴ്സയായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? 1955 വെസ്റ്റ് ജർമ്മനി നാറ്റോയിൽ അംഗമായി. ജർമ്മനി രണ്ട് ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്ന, കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും. 1955 ഈ പറയുന്ന വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞ പടിഞ്ഞാറൻ ജർമ്മനി, ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് ജർമ്മനി നാറ്റോയിൽ അംഗമായി. അതോടുകൂടി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷ അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയ സഖ്യമാണ് ഈ പറയുന്ന വാഴ്സ പാക്ട് എന്ന് പറയുന്നത്. ഇതിൽ അംഗരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സോവിയറ്റ് യൂണിയനും അതിൻ്റെ സ്വാധീന വലയത്തിലുണ്ടായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമായിരുന്നു ഈ പറയുന്ന വാഴ്സ പാക്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതിലെ മെമ്പേഴ്സ് USSR ഉണ്ടായിരുന്നു, പോളണ്ട് ഉണ്ടായിരുന്നു, കിഴക്കൻ ജർമ്മനി ഉണ്ടായിരുന്നു, ചെക്കോസ്ലോവാക്യ ഉണ്ടായിരുന്നു, ഹംഗറി ഉണ്ടായിരുന്നു, ബൾഗേറിയ ഉണ്ടായിരുന്നു, റൊമാനിയ ഉണ്ടായിരുന്നു. 1968 അൽബേനിയ ഈ പറയുന്ന വാഴ്സ പാക്റ്റിൽ നിന്ന് പിന്മാറി. അപ്പോൾ വാഴ്സ പാക്റ്റിൽ നിന്ന് പിന്മാറിയ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് അൽബേനിയയാണ്. ഇനി വാഴ്സ പാക്റ്റിൻ്റെ വളർച്ചയും പ്രവർത്തനവും എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഇത് ഒരു മിലിറ്ററി യൂണിഫിക്കേഷൻ, അല്ലെ, അംഗരാജ്യങ്ങളുടെ സൈന്യത്തെ സോവിയറ്റ് യൂണിയൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അംഗരാജ്യങ്ങളിലെ സൈന്യം ആര് കൈവശപ്പെടുത്തുന്നു? സോവിയറ്റ് യൂണിയൻ കൈവശപ്പെടുത്തുന്നു. നാറ്റോയ്ക്ക് ഒരു ബദലാണ്. യൂറോപ്പിൽ അമേരിക്കൻ സ്വാധീനം തടയണം, അതേപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ സംരക്ഷിക്കണം. ഇതായിരുന്നു ഈ വാഴ്സ പാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇനിയോ വാഴ്സ ഉടമ്പടി എന്തായിരുന്നു? സഖ്യത്തിലെ ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് പ്രതിരോധിക്കും എന്നതായിരുന്നു ഇതിൻ്റെ കാതൽ. അപ്പോൾ സഖ്യത്തിലെ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് പ്രതിരോധിക്കും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ കാതൽ. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ എന്തെല്ലാമാണ്? പ്രധാനപ്പെട്ട ഇടപെടലുകൾ: വാഴ്സ പാക്റ്റിന് പുറമേയുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ സ്വന്തം അംഗരാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ട് വന്നു. അതായത് പുറമേയുള്ള ശത്രുക്കളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായില്ല, ഇവർക്കുണ്ടായത് എന്താണ്? സ്വന്തം അംഗരാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഹംഗറിയിൽ ഒരു വിപ്ലവം നടന്നു, അതാണ് ഹംഗേറിയൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഹംഗറിയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭം നടന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ വാഴ്സ പാക്ട് സൈന്യം അത് അടിച്ചമർത്തി. കാരണം കമ്മ്യൂണിസത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണെന്നല്ലോ വാഴ്സ പാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കലാപം വന്നാൽ എന്ത് ചെയ്യണം? അതിനെ അടിച്ചമർത്തും. അതേപോലെ ചെക്കോസ്ലോവാക്യ അധിനിവേശം, ഇത് പ്രാഗ് സ്പ്രിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ജനാധിപത്യ പരിഷ്കാരങ്ങൾ അടിച്ചമർത്താൻ വാഴ്സ പാക്ട് സേന ചെക്കോസ്ലോവാക്യയിലേക്ക് പ്രതിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് അൽബേനിയ സഖ്യമിട്ടത്. അപ്പോൾ ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് ഭരണപരിഷ്കാരങ്ങൾ നടത്തിയപ്പോൾ, ജനാധിപത്യ പരിഷ്കാരങ്ങൾ നടത്തിയപ്പോൾ അവിടെ കമ്മ്യൂണിസത്തിന് ഇടിവ് തട്ടുമെന്ന് മനസ്സിലാക്കിയ വാഴ്സ പാക്ട് സേന ചെക്കോസ്ലോവാക്യയിലേക്ക് കയറി. അതിൽ പ്രതിഷേധിച്ച് അൽബേനിയ സഖ്യം വിട്ടു. ഇനി തകർച്ചയും പതനവുമുണ്ട്. എന്താണ് തകർച്ച, എന്താണ് പതനം എന്ന് നമ്മൾ നോക്കണം, അല്ലേ? 1980കളുടെ അവസാനത്തോടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ വാഴ്സ പാക്റ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ 1980കൾക്ക് ശേഷം അതിഭീകരമായ തകർച്ചയാണ് അഭിമുഖീകരിച്ചത്. മിഖായേൽ ഗോർബച്ചേവ് എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയുടെ ചില ഭരണപരിഷ്കാരങ്ങളുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കടുത്ത നിയന്ത്രണങ്ങൾ അയഞ്ഞത് അംഗരാജ്യങ്ങളെ സ്വതന്ത്രരാക്കിയെന്നാണ് പറയുന്നത്. അതായത് ഗ്ലാസ് നോസ്റ്റ്, പെരിസ്ട്രോയിക്ക, ഇങ്ങനെയുള്ള രണ്ട് നയങ്ങൾ കൊണ്ടുവന്നു. ഗ്ലാസ് നോസ്റ്റ് എന്ന് വെച്ചാൽ ഓപ്പൺനെസ്സും പെരിസ്ട്രോയിക്ക എന്ന് വെച്ചാൽ റീസ്ട്രക്ചർഡ് എക്കോണമിയുമാണ്. ഈ രണ്ട് നയങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന മിഖായിൽ ഗോർബച്ചേവ് കഴിഞ്ഞപ്പോൾ എന്തായി? കൂടുതൽ ഉദാരമായ നയങ്ങൾ. അതോടുകൂടി അംഗരാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. പിന്നെയോ ബെർലിൻ മതിലിൻ്റെ തകർച്ച ഉണ്ടായി. ബെർലിൻ മതിലിൻ്റെ തകർച്ച എന്ന് പറയുന്നത് 1989 ബെർലിൻ മതിൽ തകർന്നത്. അതായത് കിഴക്കൻ യൂറോപ്പും പടിഞ്ഞാറൻ യൂറോപ്പും രണ്ടും, കിഴക്കൻ യൂറോപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും
ഈ കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും തമ്മിൽ ഏകീകരിക്കപ്പെടുവാനായിട്ട് ധാരണ ഉണ്ടാവുകയും അവർ തമ്മിൽ എന്ത് ചെയ്യാണ്, അവരെ തമ്മിൽ വേർതിരിച്ചിരുന്ന ഈ മതിലങ്ങ് തകർത്തു. അതാണ് ബെർലിൻ മതിലിൻ്റെ തകർച്ച. എന്നിട്ട് വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയും ഒരുമിച്ച് ചേരുകയാണ് ഉണ്ടായത്. ഇതാണ് ജർമ്മനിയുടെ ഏകീകരണം. 1990-ൽ കിഴക്കൻ ജർമ്മനി ഈ പറയുന്ന സഖ്യത്തിൽ നിന്ന് പിന്മാറി. ഏതിൽ നിന്ന്? നമ്മുടെ വാഴ്സാ പാക്റ്റിൽ നിന്ന് പിന്മാറി. ഔദ്യോഗികമായിട്ട് വാഴ്സാ പാക്റ്റിന് അന്ത്യം സംഭവിച്ചതാണ് 1991 ജൂലൈ 1 ചെക്കോസ്ലോവാക്യയിൽ വെച്ച് നടന്ന യോഗത്തിൽ വാഴ്സാ പാക്റ്റ് ഔദ്യോഗികമായിട്ട് പിരിച്ചുവിട്ടു. അപ്പോൾ വാഴ്സാ പാക്റ്റ് ഔദ്യോഗികമായിട്ട് പിരിച്ചുവിട്ടതെന്നാണ് 1991 ജൂലൈ 1 ചെക്കോസ്ലോവാക്യയിൽ വെച്ചിട്ടാണിത് പിരിച്ചുവിട്ടത്. ഇനി പരീക്ഷാ സഹായിയുടെ ചോദ്യം എന്താണ്? കിഴക്കൻ ബ്ലോക്ക് രാജ്യങ്ങളുടെ സൈനിക സഖ്യം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണെന്നൊരു ചോദ്യം വരും. അത് വേറൊന്നുമല്ല, വാഴ്സാ പാക്റ്റാണ് കിഴക്കൻ ബ്ലോക്ക് രാജ്യങ്ങളുടെ സൈനിക സഖ്യം എന്ന പേരിൽ അറിയപ്പെട്ടത്. നാറ്റോയ്ക്ക് മറുപടിയായി രൂപീകരിച്ചത് വാഴ്സാ പാക്റ്റാണ്. അപ്പോൾ നാറ്റോയ്ക്ക് മറുപടിയായി രൂപീകരിച്ച സൈനിക സഖ്യം ഏതാണ്? അത് വാഴ്സാ പാക്റ്റാണ്. സഖ്യം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? അത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ സഖ്യം രൂപീകരിക്കുവാൻ നേതൃത്വം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. വാഴ്സാ പാക്റ്റ് പിരിച്ചുവിട്ട വർഷം 1991. വാഴ്സാ പാക്റ്റ് പിരിച്ചുവിട്ട വർഷം 1991. സഖ്യത്തിൽ നിന്ന് ആദ്യം പിന്മാറിയ രാജ്യം ഏതാണ്? അത് അൽബേനിയയാണ്. സഖ്യത്തിൽ നിന്ന് ആദ്യം പിന്മാറിയ രാജ്യം അൽബേനിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഏത് സൈനിക സഖ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സൈനിക സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാറ്റോ, സീറ്റോ, സെൻഡോ, വാഴ്സാ പാക്റ്റ് എന്നീ സൈനിക സഖ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മത്സര പരീക്ഷകൾക്ക് ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്